ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. നിങ്ങളൊരു ഡെവലപ്പേഴ്സ് ആണെങ്കിൽ എപ്പോഴും ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും ജിഗ് ഫോർ ജിഗ്സ്. ജിഗ് ഫോർ ജിഗ്സിൽ നിങ്ങൾ ടെക്സ്റ്റുകൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പച്ച കളറിലാണ് കാണിക്കുക. അല്ലാതെ വേറെ ഒരു സൈറ്റിലേക്ക് നമ്മൾ പോയിട്ട് ഇങ്ങനെ സെലക്ഷൻ ചെയ്താൽ ബൈ ഡിഫോൾട്ട് ബ്ലൂ ആണ് ബ്രൗസറിൻ്റെ അതാണ് എടുക്കുക. പക്ഷേ ഇതെങ്ങനെയാണ് പച്ച വരുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഇൻഡെക്സ് .html പേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. HTML ഫയലിൽ എക്സ്ക്ലമേഷൻ കൊടുത്ത് VS കോഡിൽ എക്സ്ക്ലമേഷൻ കൊടുത്ത് ടാബ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് HTMLൻ്റെ ടെംപ്ലേറ്റ് കിട്ടും. ഇതിൽ നമുക്ക് രണ്ട് സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഒന്നാമത്തെ സെക്ഷനിൽ H1 ഡിഫോൾട്ട് സെലക്ഷൻ കൊടുക്കാം. പിന്നെ ഒരു പാരഗ്രാഫും കൊടുക്കാം. പാരഗ്രാഫിൽ കുറച്ച് കണ്ടന്റ് വേണം. ലോറിയം എന്നിങ്ങനെ ടൈപ്പ് ചെയ്താൽ ഇമിറ്റ് അബ്രിവേഷൻ നമുക്ക് കണ്ടന്റ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, ഈ സെയിം സാധനം കോപ്പി ചെയ്തിട്ട് രണ്ടാമത്തെ കണ്ടന്റ് നമുക്ക് എടുക്കാം. ഇതിൽ ഹെഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കൊടുക്കാം, ഹൈലൈറ്റഡ് സെലക്ഷൻ. ഇത് നമുക്ക് H2ലേക്ക് മാറ്റാം, കാണാൻ കുറച്ച് നല്ലതുണ്ടാവും. പിന്നെ ഈ പാരഗ്രാഫിലെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുമ്പം അതിൻ്റെ കളർ ഡിഫറെൻറ്റും ഈ പാരഗ്രാഫിലെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളർ ഡിഫറെൻ്റ് ആയിട്ട് വരണം. അപ്പോൾ നമുക്ക് ഇതിന് ഒരു ക്ലാസ് നെയിം കൊടുക്കാം. ക്ലാസ് നെയിം എന്ന് പറയുന്നത് എന്തെങ്കിലും കൊടുക്കാം, ഹൈലൈറ്റഡ് ടെക്സ്റ്റ്. ഇത് കോപ്പി ആയി ഇതിൻ്റെ സ്റ്റൈൽ നമുക്ക് ഇൻറ്റേർണലി കൊടുക്കാം. കാരണം ഒരു ഫയല് ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് ഒരു സ്റ്റൈൽ മാത്രമേ നമുക്കുള്ളൂ, അതുകൊണ്ട് അപ്പോൾ സ്റ്റൈൽ ടാഗ് യൂസ് ചെയ്യുക. ഇതിൽ ഹൈലൈറ്റ് ടെക്സ്റ്റ് യൂസ് ചെയ്യുക. ഇതിൽ സെലക്ഷൻ ചെയ്യുമ്പോഴാണ് ഈ ഒരു സ്റ്റൈൽ അപ്ലൈ ആവേണ്ടത്. അപ്പം നമുക്ക് സ്യൂഡോ ക്ലാസ് ആയ സെലക്ഷൻ എന്ന് പറഞ്ഞ സ്യൂഡോ ക്ലാസ് യൂസ് ചെയ്യുക. എന്നിട്ട് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താ പറയുക, ഞാൻ ഇപ്പോൾ തൽക്കാലം യെല്ലോ എന്ന് കൊടുക്കുന്നു. പിന്നെ കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കൊടുക്കുന്നു. അപ്പം ഇത്രയും ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഔട്ട്പുട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ രണ്ട് സെക്ഷൻ കിട്ടും, ഡിഫോൾട്ട് സെലക്ഷനും ഹൈലൈറ്റ് സെലക്ഷനും. ഡിഫോൾട്ട് സെലക്ഷൻ്റെ കണ്ടന്റ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ബ്രൗസർ ഡിഫോൾട്ട് ബ്ലൂ കളറിലാണ് കാണിക്കുക. ഇനി ഹൈലൈറ്റഡ് സെലക്ഷൻ്റെ കണ്ടന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് യെല്ലോ കളറിലാണ് കാണിക്കുക. ഇതായിരുന്നു നമ്മുടെ റിക്വയർമെൻറ്റ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സായ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.